هذا فين ماما وين مدر هذا وين مدر هذا ماما فين ഇതിൻ്റെ അമ്മ എവിടെ എന്ന് ചോദിച്ചു. മാമ പോലീസ് ഹിന പോലീസ് ഹിന ഷർഷീഫ് ഷർഷീഫ് ഹിന പോലീസ് ഹിന യാ ഹിജീബ് ഹവിയ എന്ന് പറഞ്ഞു. അപ്പം എന്നാൽ തണുത്ത വെള്ളം ആയിരിക്കൂല എന്ന് വിചാരിച്ച് അദ്ദേഹം സാധാരണ പുറത്തുനിന്നൊരു വെള്ളം കൊണ്ടേ കൊടുത്തു എന്നാണ് കഥയുള്ളത്. ഷെയ്ത്താനി അപ്പോൾ എന്നെ ഷെയ്ത്താനി എന്ന് വിളിക്കുന്നുണ്ട്. ആ അറബിക്ക് എന്തോ ഒരു വിരോധം എന്നോടുണ്ട് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന് ദേഷ്യം പിടിച്ചു. സ്വാഭാവികമായിട്ടും ദേഷ്യം പിടിക്കൂലേ? അറബിക് യൂനിയുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും ഹൃദ്യമായ സ്വാഗതം. അറബി ഭാഷയിൽ ജീവിതത്തിലെ പല അനുഭവങ്ങളും നിങ്ങളുമായി പങ്കുവെക്കാനുണ്ട്. ഭാഷ അറിയാത്തത് കൊണ്ട് പല അബദ്ധങ്ങളും സംഭവിച്ചതായിട്ട് എൻ്റെ ജീവിതത്തിൽ തന്നെ എനിക്ക് റിയലി ഫീലിംഗ് ഉണ്ടായിട്ടുണ്ട്. അതൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത്. ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് പലരും പറയുന്നത് അന മാഫി മാലൂം അറബി, അന ജദീദ് അന മാഫി മാലൂം അറബി. അതെങ്ങനെയോ പഠിച്ചു വച്ചിരിക്കുകയാണ്. ഞാൻ പുതിയതാണ്, എനിക്ക് ഭാഷ അറിയില്ല എന്ന്. യഥാർത്ഥത്തിൽ അത് കുറേ കാലം കഴിയുമ്പോഴും അതെന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? നമുക്ക് ഈ ഭാഷ പഠിക്കണ്ടേ? നമ്മുടെ പലരും പല മുറി അറബിയൊക്കെ പറഞ്ഞ് ശീലിക്കുന്നുണ്ട്. അതും അറിയാത്ത പലരുമുണ്ട്. ഒരു തമാശയുണ്ട്. ദുബൈയിലെ ഒരു ഗ്രോസറിയിൽ വെച്ച് ഒരു പാവപ്പെട്ടവൻ ഇങ്ങനെ ഇരിക്കുകയാണ്. കടയിൽ പുതിയതായിട്ട് അർബാബ് കൊണ്ടുപോയാക്കിയതാണ്. അങ്ങനെ കടയിലിരിക്കുന്ന സമയത്താണ് ഒരാൾ ചിക്കൻ വാങ്ങാൻ വരുന്നത്. അപ്പോൾ ചിക്കൻ ഉണ്ടോ എന്ന് ചോദിച്ചു. ഫി ദയായി അവർ ചോദിക്കുക. ദജാജ് എന്നതിന് പകരം ദയായി എന്നാണ് ദുബൈയിൽ ഉപയോഗിക്കുക. നിങ്ങൾക്കറിയാമല്ലോ, ജ എന്നതിനെ യാ എന്ന രീതിയിലാണ് ഉപയോഗിക്കൽ. എന്നാൽ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള വിവിധ ഭാഗങ്ങളിൽ ദജാജ് എന്ന ആ ഒരു പ്രൊണൗൺസിയേഷൻ കൃത്യമായി തന്നെ പറയാറുണ്ട്. ഇദ്ദേഹത്തിന് അത് മനസ്സിലായില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നേരെ മുമ്പിൽ കോഴിമുട്ട ഉണ്ടായിരുന്നു. ഈ കോഴിമുട്ട കാണിച്ചിട്ട് അദ്ദേഹം എങ്ങനെ ഈ മനുഷ്യനോട് ചിക്കനെക്കുറിച്ച് ചോദിക്കുമെന്നറിയാൻ അദ്ദേഹം ചെയ്തൊരു പണിയാണ്. അദ്ദേഹം ചെയ്തത് ഹാദാ ഫേൻ മാമ വേൻ മദർ ഹാദാ വേൻ മദർ ഹാദാ മാമ ഫേൻ ഇതിൻ്റെ അമ്മ എവിടെ എന്ന് ചോദിച്ചു. ഹാദാ മാമ ഹിന മൗജൂ തല്ലാജ ഹാദാ തല്ലാജയിലെ മാമ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാമ ആരാണ്? ചിക്കനാണ്. ഓക്കെ, അപ്പോൾ മനസ്സിലായി. ചിക്കൻ ദയായി ചിക്കൻ. ദജാജ് അല്ലെങ്കിൽ ദയായി ചിക്കൻ എന്ന് പറയാം. ഹാദാ ബേദ് എന്നാൽ കോഴിമുട്ട എന്നാണ്. അതിൻ്റെ പ്രൊണൗൺസിയേഷൻ ബേള് എന്നുമല്ല. ചില ആളുകൾ പറയാറുണ്ട് മലയാളത്തിൽ വിവർത്തനം കാണുമ്പോൾ ബേള്, തെറ്റാണത്. ബേള് എന്നും പറയൂല, ബേദ് എന്നാണ് പറയുക. ദ എന്ന ഒരു കൃത്യമായ ഉച്ചാരണമാണ്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കുക. ഇനി ഒരിക്കലും ഇതിൻ്റെ മാമനെ മനസ്സിലാക്കാതിരിക്കേണ്ട. ദജാജി എന്നാണ് പറയുക. അതുപോലെ എത്രയോ തമാശകൾ. ഒരാളൊരിക്കലും കടയിൽ നിൽക്കുന്ന സമയത്ത് പലപ്പോഴും നാം പഠിക്കുന്ന ചെറിയ ചെറിയ വാക്കുകളുണ്ട്. അത് മാത്രമായിരിക്കില്ല അതിനുപയോഗിക്കാൻ, മറ്റു പലതും ഉണ്ട്. ID പ്രൂഫിന് ഏറ്റവും കൂടുതൽ സൗദി അറേബ്യയിൽ ഉപയോഗിക്കുന്ന പദത്തിൻ്റെ അപ്പുറത്തേക്ക് സാധാരണ പറയുന്നൊരു വാക്കുണ്ട്, ഹവിയ എന്ന്. ഒരു ഹിന്ദിക്കാരൻ ബക്കാലയിലുണ്ട്. ബക്കാലയിലേക്ക് കയറി വന്നുകൊണ്ട്, അഥവാ ഗ്രോസറിയിലേക്ക് കയറി വന്നുകൊണ്ട് ചെക്ക് ഇൻസ്പെക്ടർ ഒന്ന് ചോദിക്കുകയാണ്, ജീബ് ഹവിയ. ഇദ്ദേഹം വളരെ ആലോചിച്ചു. ഹവിയ ആദ്യം കേൾക്കണം. മോയ കേട്ടിട്ടുണ്ട്. മോയ എന്ന് പറഞ്ഞാൽ വെള്ളമാണ്. അദ്ദേഹം കടയിലെ ഫ്രിഡ്ജ് തുറന്ന് ഒരു തണുത്ത വെള്ളം കൊണ്ടേ കൊടുത്തു. യാ ഹിജീബ് ഹവിയ എന്ന് പറഞ്ഞു. അപ്പം എന്നാൽ തണുത്ത വെള്ളം ആയിരിക്കൂല എന്ന് വിചാരിച്ച് അദ്ദേഹം സാധാരണ പുറത്തുനിന്നൊരു വെള്ളം കൊണ്ടേ കൊടുത്തു എന്നാണ് കഥയുള്ളത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ എന്തുമാത്രം ഒരു സംസാരിക്കുന്നതിൽ വന്ന അബദ്ധത്തിൽ അദ്ദേഹം ചമ്മിപ്പോയിട്ടുണ്ടാകും. ഇത് ഹവിയ എന്നാൽ ID എന്നാണ്. ഇസ്ബാത്ത് എന്നും പറയും. അല്ലെങ്കിൽ ഇസ്ബാത്താത്ത്, ID പ്രൂഫ്, ഇക്കാമയുടെ മറ്റു വാക്കുകളാണത്, പദങ്ങളാണത്. ഇത് നാം പഠിക്കാതെ വരുമ്പോൾ നാം നമ്മുടെ ഭാഷയിൽ കൃത്യമായി സംസാരിക്കാൻ കഴിയില്ല, പലപ്പോഴും ചമ്മിപ്പോവും. ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, പാവപ്പെട്ട ഒരാൾ പുതിയതായിട്ട് വന്നൊരു അഫ്ഗാനിയുടെ കഥ ഒരു ചെക്ക് പോയിൻറ്റിൽ വെച്ച്
ഒരു സുഹൃത്ത് പറയുകയാണ്, അദ്ദേഹം വണ്ടി ഒരു സൈഡിൽ ഒതുക്കി പോലീസ് ചെക്കിങ്ങിലാണുള്ളത്. ആ സമയത്ത് ഈ അഫ്ഗാനിയെ അവർ വണ്ടി നിർത്തി. പുതിയ ആളാണ്, അദ്ദേഹത്തിന് ഒന്നും അറിയില്ല. നേരത്തെ പറഞ്ഞ പോലെ അനജദീദ് മാഫി മാലും അറബി, കാലങ്ങൾ തന്നെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ചിലർ. ഇതൊക്കെ പഠിക്കാൻ വളരെ സിമ്പിളാണ്. അപ്പോൾ ഇദ്ദേഹം തൻ്റെ ചെക്ക് പോയിന്റിൽ നിന്ന സമയത്ത് പോലീസിനോട് പറയാണ്, മാമ യാ മാമ, മാമ അതായത് അദ്ദേഹത്തിൻ്റെ സ്പോൺസർ മേഡായിരിക്കാം. മാമ പോലീസ് ഹിന ഷർഷീഫ്, ഷർഷീഫ് ഹിന പോലീസ് ഹിന. അതായത് ഇവിടെ പോലീസ് ഉണ്ട്, ഇവിടെ ചെക്കിംഗ് ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. സത്യം പറഞ്ഞാൽ പാവപ്പെട്ടവൻ്റെ വാക്കും അദ്ദേഹത്തിൻ്റെ പുതുമയും കണ്ടു പൊയ്ക്കോളാൻ പറഞ്ഞു എന്നാണ് പോലീസുകാരന്. സത്യം ഇതിൻ്റെ ഒരു കൃത്യത പഠിച്ചെടുക്കൽ ഒരു ബുദ്ധിമുട്ടില്ല. അദ്ദേഹം പറഞ്ഞതാണ് ഷർഷീഫ്. ഈ ഷർഷീഫ് മനാഷിഫ് എന്നൊക്കെ പറയുന്നത് എന്താണ്, തോർത്തുമുണ്ടിൻ്റെ മറ്റൊരു പേരാണത്. എന്നാൽ യഥാർത്ഥത്തിൽ ഇവിടെ പറയേണ്ടത് തഫ്തീഷ് എന്നാണ്. തഫ്തീഷ് ചെക്കിങ്, ഫീഹിന തഫ്തീഷ് യമാമ, ഉമ്മ ഇവിടെ തഫ്തീഷ് ചെക്കിങ് നടക്കുന്നുണ്ട്. തഫ്തീഷ് ഷുർത്ത പോലീസ് ചെക്കിംഗ് ഉണ്ടെന്ന് പറയും. ഇപ്പോൾ നമ്മൾ വാഹനത്തിലൊക്കെ പോകുന്ന സമയത്ത് കാണും, ഇൻതബെ അമാമക് നഖ്ത തഫ്തീഷ്, ബി കെയർഫുൾ, നേരെ മുന്നിൽ നിങ്ങൾക്ക് ചെക്ക് പോയിൻ്റ് ഉണ്ട് എന്ന് പറയാനുള്ള ബോർഡുകളൊക്കെ കാണാമല്ലോ. അതാണ് തഫ്തീഷ്, നഖ്ത പോയിൻ്റ്. ഓക്കെ, അതുപോലെ ധാരാളം വ്യത്യസ്തമായ ചില രംഗങ്ങളിൽ നമ്മുടെ ആളുകൾ ബുദ്ധിമുട്ടിയത് എത്രയോ കാലം കഴിഞ്ഞാലും അത് പഠിക്കാതിരിക്കല. നമുക്കറിയാം. അതേപോലെ എൻ്റെ മറ്റൊരു അനുഭവമുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ കഫീൽ പിന്നെ ഇഖാമ പുതുക്കാൻ, അതായത് ID പ്രൂഫ് പുതുക്കാൻ വേണ്ടി അദ്ദേഹത്തിന് ജീബ്ലി വാഹദ് സൂറ ഷംസിയ അദ്ദേഹത്തിന് അത് മനസ്സിലാകുന്നേയില്ല. സൂറ ഷംസിയ എന്താ? സൂറ എന്നാൽ ഫോട്ടോ എന്നാണ്. സൂറ ഷംസിയ എന്നാൽ ID ഫോട്ടോ, നമ്മൾ പറയാറില്ല പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അതിനാണ് സൂറ ഷംസിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം ഞങ്ങളെ വിളിച്ചുകൊണ്ട് എന്നെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു, എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു സൂറ ഷംസിയ എന്ന് പറയുക, ജീബ് സൂറ ഫോട്ടോ മാഫി മാലും ഫോട്ടോ. അപ്പോൾ അത് മനസ്സിലായി. വളരെ സിമ്പിൾ വാക്കുകളാണ്. സൂറ ഷംസിയ, ID ഫോട്ടോസ് എന്നാണ് പറയുക. ഈ ചില ഉപയോഗങ്ങളും അങ്ങനെയുണ്ട്. നമ്മുടെ സംസാരത്തിൽ നമ്മൾക്ക് പിന്നെ വിവിധങ്ങളായ അനുഭവങ്ങൾ ഉണ്ടാവാൻ മതി. അത് ഒരു ചലഞ്ചാക്കി ഏറ്റെടുത്ത് ഇനി അത് സംഭവിക്കില്ല. അതാണ് ഒരു ബുദ്ധിയുള്ള ഒരാൾ വർഷങ്ങളെടുത്ത് ഒന്നും പഠിക്കാതെ നിൽക്കുന്നതിലും ഭേദം ഉള്ളത് നന്നായി പഠിക്കലാണ്. നമുക്കറിയാം, പല ആളുകളും തൻ്റെ സ്പോൺസർമാരോടോ അതല്ലെങ്കിൽ തൻ്റെ സഹോദരങ്ങളോടോ അറബികളായ സുഹൃത്തുക്കളോടോ സംസാരിക്കുമ്പോൾ, ഇപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു, സ്പോൺസർ എന്നെ വിശ്വസിച്ചേൽപ്പിച്ച ഒരു ഷോപ്പുണ്ട്. ആ ഷോപ്പിൽ ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഞാൻ അദ്ദേഹത്തോട് എന്താണ് അദ്ദേഹത്തിൻ്റെ ഒരു വിരോധമെന്ന്, ഇപ്പോൾ ഒരു പുതിയ വിരോധം പോലെ വന്നിരിക്കുകയാണ്, എന്താ സംഭവം അറിയില്ല. അപ്പോൾ നിങ്ങളെന്താ പറയാറുള്ളത്? അല്ല, നീ ഒന്നും ഇനി നോക്കേണ്ടതില്ല, ഞാൻ ഏറ്റുന്ന് ഈ ഷോപ്പിൻ്റെ കാര്യം തന്നെ ഞാൻ ഏറ്റെന്ന് ആത്മാർത്ഥമായി പറഞ്ഞിട്ടും അദ്ദേഹത്തിന് ഇത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എന്താ അദ്ദേഹം പറയുന്നത്? അൻത മാഫി കലാം അനാ മൗജൂദ്, അൻത മാഫി കലാം. അതാണോ പറയേണ്ടത്? നീ ഇനി മിണ്ടന്നെ വേണ്ട എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. എന്നുവെച്ചാൽ മാഫി കലാം, നീ ഇനി മിണ്ടണ്ട എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ഫീലിംഗ് വർദ്ധിക്കുകയാണ് ചെയ്യുക. അപ്പം മനസ്സ് തുറന്ന് നാം പറയുമ്പോഴും യഥാർത്ഥമായ കമ്മ്യൂണിക്കേഷൻ അല്ല അവിടെ സാധിക്കുന്നത്. ഇതാണ് ഒരു ഭാഷയില്ലാത്തത് കൊണ്ട് നമുക്ക് വരുന്ന നമ്മുടെ അബദ്ധങ്ങളെ എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് മനസ്സ് തുറക്കുക ഒരു ഭാഷ നന്നായി പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ തന്നെ ധാരാളം മേഖലകളിലെ നമ്മുടെ സഹോദരങ്ങളൊക്കെ പെട്ട അനുഭവങ്ങൾ പറയാറുണ്ട്. ഈയിടെ എൻ്റെ ഒരു അടുത്തൊരു സുഹൃത്ത് നമ്മുടെ ക്ലാസ് റൂമിൽ ഇപ്പോൾ അറബിക് യൂണി നടത്തുന്ന വാട്സപ്പ് കോഴ്സ് ഉണ്ട്. ആ വാട്സപ്പ് കോഴ്സിൽ കഴിഞ്ഞ ആഴ്ച നമ്മുടെ സുഹൃത്ത് വന്ന് പങ്കുവെച്ചത്, ക്ലാസ്സിൽ കയറുന്നതിൻ്റെ മുമ്പുണ്ടായിരുന്ന അനുഭവം, കയറിയ ശേഷം മനസ്സിലായതും അദ്ദേഹം പങ്കുവെച്ചത് നിങ്ങളോടൊന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഒരുപക്ഷെ അദ്ദേഹം ഈ വോയിസ് കേൾക്കാൻ മതി. അദ്ദേഹം പറഞ്ഞത്, കടയിൽ ഷോപ്പിൽ ചെല്ലുമ്പോൾ പിന്നെ ഒരു മന്ദൂബാണ്, സാധനങ്ങൾ സെയിൽ ചെയ്യുന്ന ആളാണ്. ഷോപ്പിൽ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തോട് പറയാറുണ്ട്, ഷെയ്ത്താനി. അപ്പോൾ എന്നെ ഷെയ്ത്താനി എന്ന് വിളിക്കുന്നുണ്ട്. ആ അറബിക്ക് എന്തോ ഒരു വിരോധം എന്നോടുണ്ട് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. സ്വാഭാവികമായിട്ടും അതിനൊരു ക്ലാരിറ്റി കിട്ടിയത് നമ്മുടെ ക്ലാസ് റൂമിലൂടെയാണ്. ഷെയ്ത്താനല്ല, ഷെയ്ത്താൻ എന്ന് പറഞ്ഞാൽ പിശാചിന് അറബിയിൽ പറയുന്നൊരു വാക്കാണ്. അപ്പോൾ എന്നെ ചീത്ത വിളിച്ചു എന്ന് തോന്നിയത് കറക്റ്റല്ല, അത് ഷെയ്ത്താനി.
ഐ ഷെയ് എന്ന് ചോദിക്കും. ഐ എന്താണ്, ഷെയ് എന്തെങ്കിലും വേണമെന്നാണ്. ഐ ഷെയ് താനി, ഇനി എന്തെങ്കിലും, അതാണ്. ഇപ്പോൾ സാധാരണ പറയാറുണ്ട് ഖിദ്മ ഷെയ്, എന്തെങ്കിലും സേവനം വേണോ. അപ്പോൾ ഷെയ് എന്നാൽ കാര്യം, സംഗതി എന്നൊക്കെ ഒരു അർത്ഥമാണുള്ളത്. ഓക്കെ, അതുകൊണ്ട് താനി എന്ന രണ്ടാമത്തത്, അവൽ ഫസ്റ്റ്, താനി രണ്ടാമത്തെ. യഥാർത്ഥത്തിൽ താനി അല്ല ഇവിടെ, ഒരു സാനി എന്നാണ്. സാനിയുമല്ല താനിയുമല്ല, അതിൻ്റെ ഇടയിലുള്ള ഒരു പ്രൊണൗൺസിയേഷൻ. അത് ഒരു ഗുരുമുഖത്ത് നിന്ന് കൃത്യമാക്കി ചെയ്ത് പറഞ്ഞു കൊടുത്താലേ അത് മനസ്സിലാവുള്ളൂ. താനി. അപ്പോൾ ഷെയ്ത്താനി എന്ന് പറഞ്ഞാൽ രണ്ടാമതെന്തെങ്കിലും വേണോ എന്നാണ് അർത്ഥമുള്ളത്. ഓക്കെ, അപ്പോൾ ഇതേപോലെ ഷെയ്ത്താനിയെ വിളിച്ച് ചോദിക്കുന്നത് പോലെയുള്ള തമാശകളൊക്കെ ധാരാളം ആളുകൾ പങ്കുവെച്ചിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത ദിവസം ഉണ്ടായ മറ്റൊരു അനുഭവം, അദ്ദേഹം തൻ്റെ സുഹൃത്തായ ഒരു അറബി എന്നും പാല് കൊണ്ടുവരും, ഒട്ടകത്തിൻ്റെ പാല് കൊണ്ടുവരും. ഒട്ടകത്തിൻ്റെ പാല് കൊണ്ടുവന്ന് ആളുകൾക്ക് പിന്നെ സൗജന്യമായിട്ട് നൽകുന്ന ഒരു നല്ല മനുഷ്യനാണ്. അങ്ങനെ വീട്ടിൽ നിന്ന് ഒട്ടകത്തിൻ്റെ പാലായിട്ട് വന്ന് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആളുകളൊക്കെ ഒരുമിച്ച് കൂടെ സദസ്സിൽ വെച്ച് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എയ്വാ എന്ത ജമൽ. അദ്ദേഹത്തിന് ദേഷ്യം പിടിച്ചു. സ്വാഭാവികമായിട്ടും ദേഷ്യം പിടിക്കൂലേ. നീ എന്താണെടാ ഒരു കഴുതയാണോ എന്ന് ചോദിക്കുന്നത് പോലെ, നീ ഒരു ഒട്ടകല്ലേ എന്ന് പറയുന്നത്, എടാ പൊത്ത എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത് പോലെ. ഇദ്ദേഹം എന്തിന് ദേഷ്യം പിടിച്ചു, എന്താണ് ഇദ്ദേഹത്തിൻ്റെ മുഖം വിവരണമായത് എനിക്ക് മനസ്സിലായില്ല. പിന്നീട് ആളുകൾ എന്നോട് പറഞ്ഞു, തമാശയാക്കി എന്നെ കളിയാക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ പറഞ്ഞത് തെറ്റാണ്. ഇന്ത ജമൽ എന്നാൽ നീ ഒരു ഒട്ടകമാണ് എന്നാണ്. പക്ഷെ നീ ചോദിക്കേണ്ടി, എന്താ നീ ഉദ്ദേശിച്ചത്? നിൻ്റെ വീട്ടിൽ നിനക്ക് ഒട്ടകം ഉണ്ട് അല്ലേ എന്ന് ഞാൻ ചോദിച്ചത്. അതിന് എന്തൊക്കെ ജമൽ, യാ ഹബീബ് എന്തൊക്കെ ജമൽ എന്നാ ചോദിക്കുന്നത്. നിനക്ക് ജമൽ ഉണ്ടോ എന്ന് ചോദിക്കുന്നതിന് പകരം ഇന്ത ജമൽ എന്ന് ചോദിച്ചു പോയി. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പല അനുഭവങ്ങളും നമ്മെ ഈ ഭാഷ പഠിക്കാൻ പ്രേരിപ്പിക്കുന്നില്ലേ? വളരെ ലളിതമായി, വളരെ സിമ്പിളായി ഇതാ നമുക്ക് പഠിക്കാൻ സാധിക്കുന്ന ഒരു ഭാഷയാണ് അറബി ഭാഷ. അതുകൊണ്ട് ഈ ഭാഷ സുന്ദരമായി പഠിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ്. അത് നിങ്ങൾ കേൾക്കുകയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളോട് ഓർമ്മിപ്പിക്കാനുള്ളത്, എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം 4:30 അറബിക് യൂണി നടത്തുന്ന വെബിനാർ, സൗജന്യ വെബിനാറുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെയും പഠിപ്പിച്ചുകൊണ്ടുള്ള ഒരു സൗജന്യ വെബിനാർ സെഷനുണ്ട്. അതിലൊക്കെയും പങ്കെടുക്കുക, നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കുക. ഇത്രയും സമയം ഈ അറബി സംസാര ഭാഷ ക്ലിയറാക്കുന്നതിന് ഇൻട്രസ്റ്റോടെ താല്പര്യത്തോടെ കേട്ടിരുന്ന നിങ്ങൾക്കൊക്കെയും ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുന്നു. ശുക്രൻ ലക്കും ജമിയ. അല്ലാഹ് ഹഫ്ളക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.